എങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നു? അതായത് എല്ലാവരും ഒരു അമ്മയല്ലേ? അപ്പോൾ ഈ അമ്മമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളോട് സ്നേഹവും ഇല്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. ആരോടെങ്കിലും ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യം പിടിച്ച് തീർക്കാനുള്ള ഒരു സാധനം മാത്രമാണ് കുഞ്ഞുങ്ങൾ. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതല്ലേന്ന് നിങ്ങൾ പറ. അതായത് എന്ത് ദേഷ്യം വരുമ്പോൾ ഭർത്താവിനോട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ മേറ്റം എന്നും ഒഴിക്കും. അതുപോലെ എന്ന് പറഞ്ഞാൽ വീട്ടുകാരോട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് ഒഴിക്കും. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. മഴക്കാറിന് കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാനലിഞ്ഞു. അപ്പം ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈയിടെയായിട്ട് എന്ന് പറഞ്ഞാൽ അമ്മ മഴക്കാറൊന്നുമല്ല, അമ്മമാർ തെണ്ടിത്തരമാണ് കാണിക്കുന്നത്. അതായത് വലിയ തെണ്ടിത്തരമാണ് കാണിക്കുന്നത്. ഇന്നലത്തെ ഒരു 2 സംഭവം ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഒരമ്മ 2 പിഞ്ചു കൊച്ചുങ്ങളെ എടുത്ത് തീ കൊളുത്തി മരിച്ചു എന്നുള്ളതാണ്. മറ്റൊരമ്മ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ 2 കൊച്ചുങ്ങളെയും കൊണ്ട് ആറ്റിൽ ചാടിയിട്ട് മരിച്ചു. അതായത് ഈ അമ്മമാർ എന്താണ് ഇങ്ങനെ ആയിപ്പോയത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതാണോ അമ്മമാർ? അതായത് താൻ വളർത്തുന്ന കൊച്ചുങ്ങളെ തനിക്ക് ജീവിക്കണ്ടെങ്കിൽ ഇനി അവരും ജീവിക്കണ്ട എന്നുള്ള ഒരു അസൂയാണ് ഇവർക്ക്. അസൂയ. അതായത് ഇവരെന്താ വിചാരിച്ചിരിക്കുന്നത്, ഈ കൊച്ചുങ്ങൾ ഇവിടെ ഇട്ട് പോയി കഴിഞ്ഞാൽ ഇവർ കുറേ അങ്ങ് ദുഃഖിക്കും, ഇവർ കുറേ അങ്ങ് വിഷമിക്കും, അല്ലെങ്കിൽ ഇവർ ആരായതിനെ നോക്കുന്നത്? ഒരു മണ്ണാങ്കട്ടിയില്ല. ഇവിടെ ഇഷ്ടംപോലെ അനാഥാലയത്തിൽ ഒരുപാട് കുട്ടികൾ വളരുന്നുണ്ട്, നല്ല രീതിയിൽ അവരൊക്കെ പഠിക്കുന്നുണ്ട്, അവരൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചു പോകുന്നുണ്ട്. അങ്ങനെ നിരവധി ആൾക്കാർ ഇവിടെ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഇല്ലാതെ വളരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അല്ലടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചത്തൂടെ പോയിട്ട് എന്തിനാണ് ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മേലെയൊക്കെ ഈ മണ്ണെണ്ണയും പെട്രോളും ഒഴിക്കുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുപോലെ എന്തിനാ ഇവറ്റകളെ എടുത്തിട്ട് ഇതുപോലെ ഈ പിന്നെ വിഷവും കൊടുത്ത് പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കായലിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ റെയിൽവേ ട്രാക്കിലും ഒക്കെ എറിയുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിനു മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റുമാനൂരിലെ ഷൈനി എന്ന് പറയുന്ന ആ സ്ത്രീ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആ ഒരൊറ്റ ഇത് കൊണ്ട് എന്താ വെച്ചാൽ ഭർത്താവ് നീയും നിന്റെ മക്കളും പോയി ചാവ് എന്ന് പറഞ്ഞ പാടങ്ങ് പോയി ചത്തു എന്നുള്ളതാണ്. അവിടെ നിന്നെങ്കിലും നമ്മൾ പഠിക്കണ്ടേ? നമ്മളൊക്കെ എത്രമാത്രം വീഡിയോ ചെയ്തതാണ്. അതായത് നിങ്ങളിത് ചെയ്യരുത്. നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ വെളിയിലുണ്ട്. നിങ്ങൾ എന്തിനാണ് പിന്നെ ഇത് ചെയ്യുന്നത്? എങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നു? അതായത് എല്ലാവരും ഒരു അമ്മയല്ലേ? അപ്പോൾ ഈ അമ്മമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളോട് സ്നേഹവും ഇല്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. ആരോടെങ്കിലും ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യം പിടിച്ച് തീർക്കാനുള്ള ഒരു സാധനം മാത്രമാണ് കുഞ്ഞുങ്ങൾ. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതല്ലേന്ന് നിങ്ങൾ പറ. അതായത് എന്ത് ദേഷ്യം വരുമ്പോൾ ഭർത്താവിനോട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ മേറ്റം എന്നും ഒഴിക്കും. അതുപോലെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇനി വീട്ടുകാരോട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് ഒഴിക്കും. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഈ 1.5 വയസ്സും അതുപോലെ ഈ 1ാം ക്ലാസ്സിലും പഠിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ സ്ത്രീ മരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ കുടുംബ സ്വത്ത് കിട്ടൂല എന്ന് പറഞ്ഞിട്ടാ പോലും. ഈ ഭർത്താവാണെങ്കിൽ ഇന്ന് രാവിലെ ഇവിടെ എത്തേണ്ടവനാണ്. അയാൾ ഗൾഫിൽ നിന്ന് ലീവിന് വരുന്നതാണ്. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു പേര് മാത്രമായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭർത്താവ് അയച്ചു കൊടുക്കുന്ന പൈസയിലെന്ന് പറഞ്ഞാൽ ഇവിടെ അടിച്ചു പൊടിച്ച് തൂഫാനാക്കിയിട്ടുണ്ടാവും. അതായിരുന്നു എനിക്ക് തോന്നുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബ സ്വത്ത് കിട്ടൂല എന്ന് പറഞ്ഞിട്ട് ഇമാതിരി പോക്കിരിത്തരം കാണിക്കുക. ഭർത്താവ് വരുന്നതിൻ്റെ തലേന്ന് മരിക്കുമാരെങ്കിലും കുടുംബ സ്വത്ത് കിട്ടൂല എന്ന് പറഞ്ഞിട്ട് ഭർത്താവിന് കൊടുക്കുന്ന ഒരു സമ്മാനമാണോ ഇത്? അല്ല, എനിക്ക് മനസ്സിലാകാമെന്ന് ചോദിക്കുന്നതാണ്. ഈ സ്ത്രീകളോട് 2 എണ്ണത്തിനോടെന്ന് പറഞ്ഞാൽ വളരെ ദേഷ്യം തന്നെയാണ് നമുക്കുള്ളത്. അതായത് ഇങ്ങനെയുള്ള കൂതറകൾ അമ്മമാരാന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ എണ്ണാടുന്ന് ഒരു വിവരവും ഇതുമില്ലാത്തത്. അതായത് നിങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഇത് മരിക്കുന്നതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ആലോചിക്കുക. ഈ കുട്ടികൾ എങ്ങനെയെങ്കിലും വളർന്നോട്ടെ, എവിടെയെങ്കിലും വളർന്നോട്ടെ, ആരെങ്കിലും ആഹാരം കൊടുത്ത് വളർന്നോട്ടെ. കാരണം ഇവരൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുഷ്കാലം മുഴുവൻ ഇതുപോലൊന്നും നിൽക്കൂല. അവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരും. അതുപോലെ തന്നെ അവരച്ഛനും ആകും, അമ്മയാകും, ഇതൊക്കെയാകും. അവരൊരു തലമുറ തന്നെ ഇവിടെ ഉണ്ടാക്കും. അല്ലാതെ ഇവിടെ ആരാ നോക്കുക? അയ്യോ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളെ ആരാ ഒരു മണ്ണാങ്കട്ടിയിൽ എന്ന് കരുതിയിട്ട് അവരെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. അല്ല, എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ആൾക്കാർ പറയും, അയ്യോ എൻ്റെ ചേട്ടാ നിങ്ങൾക്കറിയില്ല, സ്ത്രീകളുടെ വിഷമം നിങ്ങൾക്കറിയില്ല. അതായത് അവർക്കുള്ള മാനസിക വിഷമം, എല്ലാവർക്കും മാനസിക വിഷമമുണ്ട്. ഇവിടെ മാനസിക വിഷമവും ഇല്ലാത്ത ഒരാൾ പോലുമില്ല. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോയെന്നറിയില്ല. ഉല്ലാസ് പന്തളം എന്ന് പറയുന്ന ഒരാളുടെ ഭാര്യ ഉണ്ടായിരുന്നു. ഞാൻ ഇത് പറഞ്ഞതാവുന്നു കുറച്ച് വീഡിയോയിൽ. അയാളുടെ ഭാര്യ അയാളോടുള്ള ദേഷ്യത്തിന് എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം, അതായത് ഈ കേക്കങ്ങാറ്റം മുറിക്കുക, എന്തോ ബർത്ത്ഡേ എന്തോ ആണ്, ആ ബർത്ത്ഡേക്ക് കേക്കങ്ങാറ്റം മുറിക്കാൻ നിൽക്കുമ്പോൾ ഇയാൾ കുറച്ച് ലേറ്റായിപ്പോയി. ആ ലേറ്റായ ഒരു കാരണം പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും എന്തോ ഒരു വഴക്കായി. അങ്ങനെ ഇയാൾ റൂമിലേക്ക് കയറി പോയിട്ട് മുണ്ടൊക്കെ മാറി വരുമ്പോഴേക്ക് ഈ സ്ത്രീയെ കാണുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോണ്ട് മുകളിൽ തൂങ്ങി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്, എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ അവിടെ? അവനിപ്പോഴും വേറെ കല്യാണം കഴിച്ചില്ലേ? അവനിപ്പോഴും വേറെ ഹോട്ടൽ തുടങ്ങി, ബിസിനസ് തുടങ്ങി, അവൻ്റെ വഴിക്ക് പോകുന്നു, അതിൻ്റെ തിരക്കുമായിട്ട് പോകുന്നു. അതുപോലെ തന്നെ ആ പിള്ളേർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവർക്കൊരു വിഷമം ഉണ്ടാകും, ആ അമ്മ ഇല്ല എന്നുള്ളൊരു വിഷമം ഉണ്ടാകും. പക്ഷെ അത് എത്ര മാസം, എത്ര വർഷം അതിങ്ങനെ നിൽക്കും? കുറേ നാൾ കഴിഞ്ഞാൽ മനുഷ്യന്മാരാണ് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് തലച്ചോറ് തന്നിരിക്കുന്നത്, നമുക്ക് മറവി തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയില്ലേ? അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകാൻ വേണ്ടിയിട്ടാണ്.
അതാണ് ഞാൻ പറയുന്നത്. ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകാതെ അവരെ അങ്ങ് വിട്ടിട്ട് പോ. അതാ എത്ര അമ്മമാർ പ്രസവത്തിൽ മരിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ജീവിക്കുന്നില്ലേ? കുഞ്ഞുങ്ങൾ വളരുന്നില്ലേ? അവർ വീണ്ടും ഒരു തലമുറ ഉണ്ടാക്കുന്നില്ലേ? അവർ ജോലി ചെയ്യുന്നില്ലേ? അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇവിടെ വളരുന്നുണ്ട്. അല്ലാതെ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യും എന്ന് ആലോചിക്കാതെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. നിങ്ങളുടെ ഭർത്താവ് ജീവിച്ചിരിപ്പില്ലേ? ഇനി അയാൾ നോക്കത്തില്ലേ? അതായത് നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ വീട്ടിൽ നിന്ന് ഈ സാധനം കൊണ്ട് വന്നത്. ഇയാൾ ഇവിടെ ഇല്ലോണ്ടല്ലേ ഈ സാധനം ഉണ്ടായിനി. അപ്പം അങ്ങനെയെങ്കിലും ചിന്തിച്ചൂടെ? അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് കേട്ട് കഴിഞ്ഞാലും എന്ത് കണ്ടു കഴിഞ്ഞാലും ആ നിമിഷം പോയിട്ടെന്ന് പറഞ്ഞാൽ ചാടല. ഈ 2 ദിവസം മുമ്പ് ഇവിടെ കണ്ണൂർ നടന്നൊരു സംഭവം അത് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ആ 14-15 വയസ്സിൻ്റെ ആ ചെറുക്കന് അവന് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോധം വന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ അമ്മ വിളിക്കുമ്പോൾ പോയി കിണറ്റിൽ വീണ് മരിച്ചു. അങ്ങനെ നമ്മളെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതൊരു ഫാഷനായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കൂട്ടമായിട്ട് പോയിട്ട് മരിക്കുക. ഇനിയെങ്കിലും ചിന്തിക്ക്. അതായത് നിങ്ങളൊക്കെ ചിന്തിക്കവിടുന്ന്. ഇവിടെ ഇങ്ങനെ കുട്ടികളെ ഇതാക്കി വെച്ചാൽ പോരാ, നോക്കാനും കൂടി പഠിക്കണമായിരുന്നു. എന്തിനിറങ്ങി വന്നൂടെ? ഭർത്താവിൻ്റെ വീട്ടിലെ സ്വത്തില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ സ്വത്ത്? എന്തിനാണ്? അതായത് സ്വത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളാണ്. അതാവുന്നിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ പോറ്റുക. ഇനി എന്തെങ്കിലും രോഗം വന്നിട്ടോ ഇല്ലെങ്കിലും തന്നെ വേറെ എന്തെങ്കിലും ആയിട്ടോ മരിച്ചു പോയി കഴിഞ്ഞാൽ വിധി. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പോക്കൃത്തരം കാണിക്കുന്ന തള്ളമാരോട് എനിക്ക് പറയാനുള്ളത്, ഇനിയും തന്നെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിന്തിക്ക്. ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ, എന്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും ചെയ്യുന്നത് ആദ്യം തന്നെ മക്കളെ പിടിക്കുകയാണ്. മക്കളെ പിടിച്ചിട്ട് അയ്യോ ഞങ്ങൾക്ക് ഡിപ്രഷനാണ്. ഒരു പണിയില്ലാതുകൊണ്ടാണ് ഈ ഡിപ്രഷനും ഇതൊക്കെ വരുന്നത്. എന്തെങ്കിലും ജോലി ചെയ്ത് പോയിട്ട്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ഗൾഫിലാണ്, ഓക്കെ എന്നാൽ പിന്നെ വരുന്ന എല്ലാം അങ്ങ് കിടക്കട്ടെ, എല്ലാം അങ്ങ് അടിച്ചു പൊട്ടിച്ച് കളയാം. ഇതല്ല ചിന്തിക്കേണ്ടത്. അതായത് തന്നാലാവുന്നത് താനും കൂടി ചെയ്യുക. അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ഇതെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കണം. നിങ്ങൾ ആ ഭർത്താവിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി, ആ മനുഷ്യൻ വരുന്നതിൻ്റെ തലേന്ന് ഇമാതിരി കൂതറ പണിയെടുത്ത ആ സ്ത്രീ എന്താണ് പറയേണ്ടത്? അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വക്കീല്, പിന്നെ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ്, പിന്നെ ഈ ഭർത്താവിനാണെങ്കിൽ നല്ല ജോലി, പ്രമാണി കുടുംബം. ആ കുടുംബത്തിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഈ പിന്നെന്താ പറയേണ്ടത് കുടുംബ പ്രശ്നം എന്നാണ് പറയുന്നത്. എടോ ആടുന്ന് ഇറങ്ങി വന്നൂടെ? നിന്നെ എനിക്ക് വേണ്ടടാ എന്ന് പറഞ്ഞിട്ട്, ഈ കോന്തനായ ഇവനെ എനിക്ക് വേണ്ട, നീ ഭർത്താവായിട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് അന്തസ്സായിട്ട് ഒരു വാടക വീടും എടുത്തിട്ട്, അത് ഒന്നുമില്ല, വക്കീലല്ലേ, അവർക്ക് എത്ര കേസുകൾ കിട്ടേണ്ടതാണ്. അതുമാത്രവുമല്ല പഞ്ചായത്ത് പ്രസിഡന്റ്, രാഷ്ട്രീയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ആയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെയുള്ളൊരു പവർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ സ്ത്രീയാണ് ഇന്നലെ ഇമ്മാതിരി കൂറത്തരം കാണിച്ചത്. വീട്ടിൽ നിന്ന് ഇതൊക്കെ ശ്രമിച്ചു നോക്കിയിട്ട് മരിക്കാത്തത് കൊണ്ട് നേരെ വന്നിട്ട് ആറ്റിൽ കുട്ടികളെ എടുത്തങ്ങ് ഇട്ടിരിക്കുന്നത്. ഇവരൊക്കെ എന്താണ് വിളിക്കുക? അതാണ് മനസ്സിലാകാതെ. ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ലായിട്ടാണോ, അല്ലെങ്കിൽ പൈസ ഇല്ലായിട്ടാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ? ഒന്നുമല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരുമായിട്ടുള്ള ഒരു ഈഗോ ആണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇതുപോലെ നിരവധി കുടുംബങ്ങൾ ഇപ്പം നീറി കഴിയുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ മെസ്സേജ് വന്നത് ഈ കോട്ടയം ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഈ കോട്ടയം ഭാഗത്ത് ഇതുപോലെ ഈ ഭർത്താവിൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ള ആട്ടും തുപ്പും ഏറ്റിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടും, അത് ഉറപ്പാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ ചെയ്യുന്നത് മണ്ടത്തരമാണ്. ഇങ്ങനെ ചിന്തിക്കാനും കൂടി പാടില്ല. നിങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെയൊക്കെ കൺമുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതായത് നാളെ അംഗീകരിക്കും ഇവനൊക്കെ, അതാണ് വേണ്ടത്. ഇനി അവൻ വേറെ കല്യാണം കഴിക്കട്ടെ പോകുന്നെന്ന് പറയാം. എന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ നല്ലൊരാളെ കണ്ടുപിടിച്ച് നിങ്ങളും കല്യാണം കഴിക്കുക, അതാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ആയുഷ്കാലം മുഴുവൻ എന്ന് പറഞ്ഞാൽ കരഞ്ഞ് നിലവിളിച്ച് ഡിപ്രഷനും അടിച്ച് ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ തത്വം പറഞ്ഞ് ഇങ്ങനെ നിന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കൊച്ചുങ്ങളെ നിങ്ങൾ വെറുതെ വിട്. അതിറ്റുങ്ങൾ എങ്ങനെയോ വളർന്നോട്ടെ, ഇല്ലെങ്കിൽ പിച്ച തെണ്ടിയിട്ടെങ്കിലും വളർന്നോട്ടെ. കാരണം അവർക്ക് പിന്നെ ജോലി ചെയ്യാനാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടുമായിരുന്നു. ഇവരെയും കൂടി കൊണ്ടുപോകണം എന്ന് ഈ ആക്രാന്തം കാണിക്കാതെ ഈ സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത്. ദണ്ണുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഇന്നലെ ഇത് കേട്ടപ്പോൾ മുതലെന്ന് പറഞ്ഞാൽ എനിക്കുണ്ടല്ലോ, അതായത് നമ്മൾ അത്രയും മാത്രം ആ ഷൈനിയുടെ മരണം കഴിഞ്ഞതിൻ്റെ ഇപ്പോൾ അത്രയും വീഡിയോ നമ്മൾ ചെയ്തു കൊടുത്തിന്. അതായത് നിങ്ങൾ ചെയ്യരുത് എന്ന്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഉണ്ടല്ലോ, നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ട, ഇതും ചെയ്യണ്ട, പക്ഷേ നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഇതുപോലെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളെങ്കിലും തിരിഞ്ഞു വരാനൊന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ വിജയം തന്നെയാണ്. നന്ദി, നമസ്കാരം.